അതുകൊണ്ട് തന്നെ ഇവിടെ പലരും ചോദിക്കുന്നുണ്ട്, കുഞ്ഞാലിക്കുട്ടി എന്താ ഇന്ത്യൻ അല്ലേ, കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രി ആയിക്കൂടെ? അല്ല. കാരണം ഈ പാരമ്പര്യവും ഈ രക്തവുമാണ് അവരുടെ സിരകളിൽ ഒഴുകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായതുകൊണ്ടോ, ഇന്ത്യയിലെ ആധാർ കാർഡ് ഉണ്ടായതുകൊണ്ടോ, ഇന്ത്യയിലെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായതുകൊണ്ടോ അവർക്ക് മറ്റുള്ളവരെ പോലെ മുഖ്യമന്ത്രിയാകാനുള്ള അവകാശം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പെട്ടെന്ന് അങ്ങോട്ട് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. അത് ഈ ചരിത്രം അറിയാവുന്നതുകൊണ്ടാണ്. കുഞ്ഞാലിക്കുട്ടി ഇന്ത്യനില്ലെന്നും അതുകൊണ്ട് മുഖ്യമന്ത്രിയാവാൻ കഴിയില്ലെന്നും അഥവാ അയാൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നുമാണ് തികഞ്ഞ ഹിന്ദുത്വവാദിയും ഇന്ത്യക്കാരിയും പ്രത്യേകിച്ച് കേരളക്കാരിയുമായ വിശകല പറയുന്നത്. അതിന് കാരണമായി പറയുന്നത് ഇന്ത്യയെ വിഭജിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കിയ അതേ തീവ്രവാദി മുസ്ലിങ്ങളുടെ ബാക്കിയാണ് കുഞ്ഞാലിക്കുട്ടി എന്നാണ്. അതേ തീവ്രവാദികളായ മുസ്ലിങ്ങളുടെ അതേ ചോര പകരുന്ന തീവ്രവാദി തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി എന്നാണ്. എന്നാൽ വിശകല മറന്നൊരു കാലമുണ്ട്. CH മുഖ്യമന്ത്രിയായ കാലം 1979 ഒക്ടോബർ 12 മുതൽ ഡിസംബർ 1 വരെ മാത്രമാണ് CH കേരളത്തിന്റെ മുഖ്യമന്ത്രിയായതെങ്കിലും അങ്ങേര് ലീഗുകാരനും മുസ്ലിമുമായിരുന്നു. അന്നും കേരളത്തിൽ വിരലിലെണ്ണാവുന്ന RSSകാർ ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ ഇത്തിരി കൂടുതലായി ഉണ്ടായിരുന്നു. എന്നിട്ടും CHന്റെ രോമത്തിൽ ഒരു ഹിന്ദുത്വവാദിയും തൊട്ടില്ല. ഇവിടുത്തെ മറ്റു വിഭാഗങ്ങളുടെ കൂടെ തന്നെയാണ് ഹിന്ദുത്വവാദികളും ജീവിച്ചത്. ഒന്നും സംഭവിക്കുകയും ചെയ്തിട്ടില്ല. അതിനുശേഷം മുസ്ലിം ലീഗിന്റെ മുസ്ലിമായ നിരവധി മന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസവും വ്യവസായവും ഉൾപ്പെടെ നിരവധി വലിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത മുസ്ലിം നേതാക്കൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ശശികല നാടുവിട്ടു പോയതായും മന്ത്രിമാർക്കെതിരെ സമരം ചെയ്തതായും എവിടെയും കണ്ടില്ല. വിശകല കുഞ്ഞാലിക്കുട്ടിയെ കുത്തിയ ശൂലം കൊണ്ട് മുഴുവൻ ഇന്ത്യൻ മുസ്ലിങ്ങളെയുമാണ് കുത്തിയത് എന്നറിയാം. പക്ഷേ നിങ്ങളുടെ വിഷലിപ്തമായ ശൂലത്തിന് കുത്തേൽക്കാൻ തൽക്കാലം മനസ്സില്ല. അത് വല്ല അക്ഷരാഭ്യാസവുമില്ലാത്ത ബംഗാളികളോടും പറഞ്ഞാൽ മതി. അവർ നിന്നു തന്നേക്കും. ഒരുപക്ഷെ കേരളത്തിലെ മുസ്ലിങ്ങളെ അതിന് കിട്ടില്ല. മഹാ ഉപനിഷത്തിലും ഹിതോപനിഷത്തിലും കാണുന്ന പുരാതന ഭാരതീയ ദർശനത്തിലെ ഒരു സൗന്ദര്യവത്തായ സങ്കല്പമുണ്ട്. അയം നീചപരോ വേദിഗണന ലഘുചേതസാം ഉദാരചരിതാനാം തു വസുദേവ കുടുംബകം. ഇതിന്റെ സന്ദേശം ഉൾക്കൊണ്ടാൽ തീരുന്ന വിരശലിമേ ശശികലക്കുള്ളൂ. ഈ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങൾ കാണാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കോ താഴെ കാണുന്ന പ്ലേ ബട്ടണോ അമർത്തുക.